നമസ്കാരം. മാർച്ച് മാസം ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ താപനില കൂടി വരികയാണ്. സൂര്യാഘാതത്തിനുള്ള സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്താണ് സൂര്യാഘാതമെന്നും സൂര്യാഘാതം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും പരിശോധിക്കാം. അതായത് അന്തരീക്ഷ താപം ഒരു പരിധിയിൽ അപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാക്കുകയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത. 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലും ഉള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത കൂടുതൽ. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. മരണം വരെ സംഭവിക്കാം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗ ലക്ഷണങ്ങൾ, ഉയർന്ന നാഡിമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞു വീഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റ പോലെയുള്ള കുമിളകൾ, ഇവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. ഇനി സൂര്യാഘാതമേറ്റാൽ എന്തു ചെയ്യണം? സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീര്, നാരങ്ങ വെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടുന്നത് നല്ലതാണ്. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ചു കിടത്തുകയാണ് നല്ലത്. സൂര്യാഘാതത്തെ പ്രതിരോധിക്കാനായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മേലെയുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട ഉപയോഗിക്കുക. ഫാൻ, AC എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായു സഞ്ചാരമുണ്ടാകാൻ ജനാലകൾ തുറന്നിടണം. ചായ, കാപ്പി, മദ്യം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നത് നല്ലതാണ്. സൂര്യാഘാതം ഉണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സമയം കളയാതെ വൈദ്യസഹായം തേടുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. സൂര്യാഘാതത്തിനെതിരെ ജാഗ്രത പുലർത്തുക.